പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരെ നമുക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിലേക്ക് പോകാം. അവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജിഹാദി ശക്തികൾ പ്രവർത്തിച്ചത്. ഹിന്ദു സ്ത്രീകളെ ബോധപൂർവമായി ബീഫ് കഴിപ്പിക്കുക എന്നതും ഈ മതപരിവർത്തന ലോബിയുടെ ഒരു പ്രധാനപ്പെട്ട പണിയാണ്. എന്തായാലും മഹാരാഷ്ട്ര അധികാരത്തിൽ ഇരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്നിരിക്കുന്ന ഈ സംഭവത്തിൽ പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലക്ഷ്യമിടുക, അവർക്ക് ഗോമാംസം ബോധപൂർവം നൽകുക, അതിനുശേഷം അവരെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ലവ് ജിഹാദ് തന്നെ, അതായത് കേരളത്തിൽ വളരെ സജീവമായി കാണുന്ന ലവ് ജിഹാദിൻ്റെ മറ്റൊരു വേർഷനാണല്ലോ നാസിക്കിൽ നടന്നത്. പക്ഷേ അവിടുത്തെ സർക്കാർ കേരളത്തിലേതുപോലെയല്ല. അത്തരമൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്, അല്ലേ? ഗൗതം, ലോകമാകെ വേരുകളുള്ള ഒരു കോർപ്പറേറ്റ് IT കമ്പനിയിലാണ് ഈ മതപരിവർത്തനം അരങ്ങേറിയത് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികൾ, അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവരെ മതപരിവർത്തനത്തിന് വിധേയമാക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു നാസിക്കിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ നിർബന്ധിച്ച് ഗോമാംസം കഴിപ്പിക്കുക, അതേപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ അവരെ നോയമ്പെടുക്കുവാൻ വേണ്ടി നിർബന്ധിക്കുക, ഇവരുടെ സ്ഥാനക്കയറ്റം നൽകുവാനും അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ ഈ ചൂഷണങ്ങൾക്ക് വിധേയമാക്കിയത്. ഒടുവിൽ മതപരിവർത്തനമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്നും തങ്ങളെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുകയാണെന്നും നയിച്ച പലരും ഇതിനോടകം തന്നെ പരാതിപ്പെട്ടു. ഈ കമ്പനി അധികൃതരുടെ അറിവോടെയല്ല എങ്കിൽ തന്നെയും അതിലെ ഉന്നതരായിട്ടുള്ള ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില വ്യക്തികൾ നടത്തിയ ശ്രമങ്ങളായിരുന്നു. അത് കൃത്യമായി ഇപ്പോൾ പോലീസ് അതിൽ ഇടപെട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിശദമായി കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഈ നാസിക്കിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല. കേന്ദ്ര ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിലടക്കം ഇത്തരം കോർപ്പറേറ്റ് IT കമ്പനികളിൽ ഇത്തരം നിരന്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയിട്ട് അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയ പല കേസുകളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാവി ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് വരികയാണ്. ഇത് വളരെ കൃത്യമായി തന്നെ ഇതൊരു നിസ്സാര സംഭവമായി അന്വേഷണ ഏജൻസികൾ ഇതിനെ കാണുന്നില്ല. ഈ കോർപ്പറേറ്റ് ജിഹാദ് എന്ന പേരിൽ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്ര ഗവൺമെൻറ് തന്നെ ഇതിന്മേൽ കൃത്യമായ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പുറമെയാണ് കേന്ദ്ര ഏജൻസികൾ കൂടി രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാ കോർപ്പറേറ്റ് മേഖലയിലേക്കും അല്ലെങ്കിൽ ഇത്തരം IT സെക്ടറിലേക്കും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പ്രധാനമായും ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരമൊരു ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിരുന്നു നാസിക്കിലുണ്ടായത്. 7 പേരുടെ അറസ്റ്റിൽ ഇത് ഒതുങ്ങുന്നില്ല. നാസിക്കിൽ തന്നെ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവർ ഈ കോർപ്പറേറ്റ് കമ്പനിയിലെ ഉന്നത തലങ്ങളിലെ ജോലിയിൽ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഇവർ അവിടെ ജോയിൻ ചെയ്യുന്ന ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടികളെയും മറ്റും ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കരിയറിൽ ഉന്നത തല ഉദ്യോഗക്കയറ്റമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ പലതരത്തിലും കുരുക്കിൽപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അവർക്ക് ലഹരിമരുന്ന് നൽകിയും അവരെ ഇത്തരത്തിൽ പല രീതിയിലേക്കും അവരെ ഉപയോഗപ്പെടുത്തി എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഈ അന്വേഷണങ്ങളുടെ വേരുകൾ ചെന്ന് എത്തപ്പെടുക വലിയൊരു ജിഹാദി നെറ്റ്വർക്കിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പല രീതിയിലും നേരിട്ട് ഭാരതത്തെ ആക്രമിക്കാൻ കഴിയുന്നില്ല, മറിച്ച് ഏത് രീതിയിൽ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കാമെന്നുള്ള ശ്രമങ്ങൾ ഇത്തരം ജിഹാദി ശക്തികൾ നിരന്തരം ഈ മണ്ണിൽ തുടരുകയാണ്. അതിനെ വേരോടറുക്കാൻ കേന്ദ്ര ഏജൻസികളും സുസജ്ജമായ രംഗത്ത്. നന്ദൻ, എന്തായാലും മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് TCSൽ ഇത്തരത്തിൽ മതപരിവർത്തന ശ്രമം നടന്നിരിക്കുന്നത്. വലിയ വിവാദമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ലവ് ജിഹാദ് വിഷയത്തിൽ ഇപ്പോൾ സമഗ്ര അന്വേഷണത്തിന് മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. നന്ദനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.